കൂട്ടുകാരെ, നമുക്ക് ഇച്ചിരി കടുമാങ്ങ വെച്ചാലോ? വീട്ടാവശ്യത്തിനാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കടുമാങ്ങ ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ കടുമാങ്ങ എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിത് ചെറിയ ഒരു 5 മാങ്ങ ഉണ്ടായിരുന്നു. അതരിഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഉപ്പ് പുരട്ടി വെച്ചതാണ്. എന്നിട്ട് ഞാൻ പിന്നെ വാലയ്ക്ക് വെച്ചു. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. എണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുവാണ്. കടുക് പൊട്ടി വറ്റൽമുളക് ഇടുവാണ്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, കറിവേപ്പില. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചേക്കുവാണ്. മുളക് പൊടി ഇടുവാണ്. ലേശം മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല. ഇത് നമ്മുടെ മാങ്ങയ്ക്കകത്ത് ഊറി വന്ന വെള്ളമാണ് അതിനകത്ത് ഒഴിക്കാൻ. വശത്തിന് കായപ്പൊടി ഇച്ചിരി കൂടുതലെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പോടെ മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വരട്ടെ. എങ്കിലും അരപ്പിന് ഉപ്പ് വേണമല്ലോ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്നാണ് കടുമാങ്ങ ചെയ്യാവുന്നത്. ഞാൻ സ്റ്റൗ ഓഫാക്കി ഓഫാക്കിയേക്കുവാണ്. മാങ്ങ ഇടുവാണ് അതിനകത്തോട്ട്. നമ്മുടെ കടുമാങ്ങ റെഡിയായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തല്ലിപ്പൊത്തി വെച്ച കുറച്ച് കഴിയുമ്പം നമ്മൾ ഒഴിച്ച എണ്ണയെല്ലാം ഇറങ്ങി വരും. ലൂസാക്കണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷെ ഞങ്ങളിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്നോളൂ. എല്ലാവർക്കും കടുമാങ്ങ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും എടുക്കുന്നതാണ്, ചെയ്യുന്നതാണ്. നമ്മൾ ചൂടോടെ അരപ്പിനകത്ത് ചൂടോടെ ഇട്ടാൽ മാങ്ങ അങ്ങ് വേവും. അപ്പോൾ പിന്നെ അത് ടേസ്റ്റ് ഇല്ല. ഇത് പച്ച മാങ്ങ കടിക്കണം നമ്മൾ എപ്പോഴായാലും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.